ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് രേവതിയുടെ സച്ചിയുടെ ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന പിറ്റേ ദിവസത്തെ കേട്ടോ. അപ്പൊ അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ കയറി കാണും. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ഉദയഭാനു ശ്രീകലയും കൂടെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അത് വല്ലാത്തൊരു വിഷമത്തിലാ. ചെല്ലയെ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല പലിശക്കാരൻ. അയാളുടെ പലിശയും മുതലും കൊടുക്കണം. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേനുമാണ് അവിടേക്ക് നന്ദൻ വരുന്നുണ്ട്. ഇവനെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ? ഓഹ് ദൈവമേ, ഇവനെ കൊണ്ട് ഭയങ്കര തോൽവിയാണല്ലോ. അങ്ങനെ നന്ദൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പത്തിന് ഉദയഭാനു ചോദിച്ചു, എന്താണെന്ന് ചോദിക്കുക. എന്ത് പറ്റും ഉദയഭാനു സാറേ? മുഖത്ത് വല്ലാത്തൊരു വിഷമാണല്ലോ, ഒരു സങ്കടഭാവമാണല്ലോ. കാര്യം എന്താ? പിന്നെ കാര്യം അറിഞ്ഞിട്ടുണ്ടോ നീ പരിഹാരം ഉണ്ടാക്കുവോ? എന്തോ കള്ളത്തരം കാണിക്കാനുള്ള പുറപ്പാടാണല്ലോ. ഇത് കേട്ടപ്പോ ഉദയഭാനു പറഞ്ഞു, കള്ളത്തരം കാണിക്കണം? എന്ത് കള്ളത്തരം? എല്ലാം അറിയുന്നുണ്ട് മുകളിലിരുന്ന ഒരാള് എന്ന് പറഞ്ഞു. മുകളിലിരുന്നോ? അവിടെ ഇരുന്ന് ആരാ കാണുന്നേ? അല്ല, ഇപ്പൊ വന്ന് സംസാരിച്ചിട്ട് പോകുന്ന ആരായിരുന്നു? ആ കൊമ്പം വീശുള്ള ഒരാളോ? ഓ അതോ, അത് കല്യാണത്തിനെങ്ങാണ്ട് വന്നാ. അല്ലാതെ ഉദയഭാനു സാറിനോട് പണം വാങ്ങാൻ വന്ന അല്ലല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ഉദയഭാനു ഞെട്ടി. ഈ കാര്യം അവനറിയാവോ എന്നൊരു ചിന്ത വന്നു. പണം കൊടുത്തില്ലെങ്കിൽ ഉദയഭാനു സാറിന് നല്ല ഇടി കിട്ടും. ആ പലിശക്കാരൻ ചെല്ലയ്യ അത്ര ആള് ശരിയല്ല. അയാളെ നിനക്കറിയാവോ? എനിക്കറിയാവോന്നോ? എനിക്കിവിടുത്തെ സർവ്വ കാര്യങ്ങൾ അറിയാം. അയാളെക്കുറിച്ചുള്ള സർവ്വ ഡീറ്റെയിൽസും സാറിനെ കുറിച്ചും സാറിന്റെ ഭാര്യ ശ്രീകല ആന്റിയെ കുറിച്ചുള്ള കാര്യങ്ങളും അറിയാം. ഞങ്ങളെക്കുറിച്ച് എന്തറിയാന്ന്? എല്ലാം അറിയാം. എല്ലാം അറിയുന്നവനല്ലേ ഞാൻ ചോദിക്കോ? എടാ, നീ വെറുതെ അഭ്യാസം കാണിക്കല്. എന്തൊക്കെയോ മാജിക്കുകൾ നിനക്കറിയാം. അതുകൊണ്ടാ. ഒരു മാജിക്കും ഇല്ല സാറേ. സാർ ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് എനിക്കറിയാം. വേണ്ട കേട്ടോ, അങ്ങനത്തെ പരിപാടിക്കൊന്നും മുതലുണ്ട. പാവങ്ങളെ ചതിച്ചാണ്ടല്ലോ. ഭഗവാൻ ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല എന്ന് പറയണ. ആരെ ചതിച്ചെന്ന്? ഉദയഭാനു കിടന്ന് ഉരുണ്ട് കളിക്കാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ചിട്ട് നന്ദൻ അങ്ങോട്ടേക്ക് പോവാണ്. അത് സാക്ഷാൽ ഗുരുവായൂരപ്പനാന്നുള്ള കാര്യമൊന്നും അയാൾക്കറിയത്തില്ലല്ലോ. അയാൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു എഞ്ചിനീയർ, ബാലിന് ഏർപ്പാടാക്കിയ എഞ്ചിനീയർ, അയാൾ കല്യാണത്തിന് വന്നു, അത്രയാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ സമയം ശ്രീദേവി വല്ലാത്ത ടെൻഷനിൽ നിൽക്കുക. ദൈവമേ, ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലാൻ പറ്റില്ല. അവിടെ ആ റെസ്റ്റോറൻറ്റിലെ മാനേജർ വന്നിട്ടുണ്ട്. തന്നെ കണ്ട ഉടനെ ദേവിന്ന് വിളിച്ചോണ്ട് വരും. പിന്നെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ തീർന്നു. ആരാ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ സത്യാവസ്ഥ തുറന്നു പറയും. എൻ്റെ റെസ്റ്റോറൻറ്റ് ജോലിക്ക് വന്ന കുട്ടി ഇവളാന്നുള്ള കാര്യം. അതോടുകൂടി തൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആകും. അതൊക്കെ ഓർത്തിട്ട് ആകെപ്പാടെ ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ. ദൈവമേ, എങ്ങനെയെങ്കിലും അയാളൊന്ന് പോയാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ മനസ്സ് വിചാരിച്ചുകൊണ്ട് അങ്ങ് തിരിയുമ്പോഴത്തേനും കാണുന്നേ അയാൾ മുന്നിൽ വന്ന് നിൽക്കുന്നേ. ആ മാനേജറെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഒരു നിമിഷം ഞെട്ടിപ്പോയി. പെട്ടെന്ന് മാനേജർ ചോദിച്ചു, എന്താ കുട്ടി, നീ എന്താ ഇവിടെ വന്ന് നിൽക്കണമെന്ന് ചോദിക്കുക. ഒന്നുമില്ല സാറെന്ന് പറയണ. അതെ, കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ധർമ്മം പറഞ്ഞ് കല്യാണം വിളിച്ചായിരുന്ന. കുട്ടിയെ കണ്ടെന്നും പറഞ്ഞു. കണ്ടെന്ന് പറഞ്ഞോ? അതെ, സംസാരിക്കുകയും ചെയ്തല്ലോ കുട്ടിയോട്. ഒന്നും മനസ്സിലായില്ല ശ്രീദേവിക്ക്. എന്താ ഇങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം. പക്ഷേ ഉണ്ടല്ലോ, ഭാഗ്യം ചെയ്തോളാ കുട്ടി. കാരണം ധർമ്മം കല്യാണം വിളിക്കുക, കുട്ടിക്ക് വരാനുള്ള ഭാഗ്യം ഉണ്ടാകുക. അല്ല, എൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പെട്ടെന്ന് എന്താ ഒരു ചോദ്യവും പറച്ചിലില്ലാതെ ഇറങ്ങിപ്പോയെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ സാർ അല്ല, എന്തേലും പ്രശ്നം ഉണ്ടായോ അവിടെ? എന്തേലും ഉണ്ടെങ്കിൽ തുറന്നു പറ. അല്ല, പെട്ടെന്ന് ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയി. കാര്യം എന്താന്ന് പോലും പറഞ്ഞില്ല. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമായിരുന്നോ? അത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം ആലോചിച്ച് ശ്രീദേവി പെട്ടെന്ന് പറഞ്ഞു, അമ്മയ്ക്കൊരു വയ്യായിക വന്നു, അതുകൊണ്ട് എനിക്ക് സാറിനോട് പറയാൻ പറ്റില്ല. സോറി സാറെന്ന് പറയാം. അതൊന്നും സാരമില്ല. കുട്ടിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പിന്നെ ചില സമയത്ത് ഞാൻ അവിടെ ഇരുന്നപ്പോൾ നന്നായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. അമ്മയ്ക്കെല്ലാം ശരിയാവും. ധർമ്മനെ കണ്ട് ഞാൻ സംസാരിച്ചായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി. ശ്രീദേവി ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. എന്തോ ഒരു മറിമായ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. താനാന്ന് കരുതിയിട്ട് മാമനെ ഏതോ പെൺകുട്ടി ആരോ പോയി പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കളിയാണോ എന്ന് പോലെ ശ്രീദേവി ചിന്തിച്ചു ഒരു നിമിഷം. ഇത്തിരി കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് തോന്നി, അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും വന്ന് കാണുമായിരിക്കുമല്ലോ എന്നോർത്ത് അങ്ങനെ ചെല്ലുമ്പോഴാണ് ഉദയഭാനു ശ്രീകല അവിടെ പാത്തും പതുങ്ങി നിൽക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടപ്പോൾ ശ്രീദേവി അങ്ങോട്ട് ചെന്നു. ശ്രീദേവി എന്നിട്ട് നിങ്ങളിത് എന്ത് പരിപാടിയാണ് കാണിച്ചാൽ? നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് ആനന്ദേട്ടൻ പ്രത്യേകം പറഞ്ഞല്ലേ? നിങ്ങളെങ്ങാനും ഇവിടെ കണ്ടാൽ തീർന്നെന്ന് പറയണം. അത് കേട്ടപ്പോൾ ഉദയഭാനു പറഞ്ഞു, മോളെ നീ അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ പറ്റുമോ? സത്യം പറച്ചാ, നിങ്ങൾ എന്തിനും തരികയുടെ പരിപാടി ഇവിടെ ഒപ്പിച്ചിട്ടുണ്ടോ? തരികയുടെ എന്താ? അല്ല, ഞാനാന്നും പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോന്ന് ചോദിച്ചു. ആ സമയത്ത് ഉദയഭാനു ചോദിച്ചു, അല്ല നിന്നോട് ആരാ ഇത് പറഞ്ഞേ? സത്യം പറച്ചാ. അത് പിന്നെ എനിക്കറിയണം. കാരണം നിങ്ങൾ എന്തോ തരികടി ഒപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അല്ലാതെ ഒരു കാരണവശാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. എങ്ങനെ സംഭവിക്കില്ല എന്ന്. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, ഉള്ള സത്യാവസ്ഥ പറയാലോ മോളെ. കാരണം
ധർമ്മന് കിട്ടുന്ന പൈസയൊക്കെ ധർമ്മന് ആ പെൺകുട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞല്ലോ റെസ്റ്റോറൻറ്റിലെ. അപ്പം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ പൈസ നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയല്ലേ. ആ പൈസ കൊണ്ട് പലിശക്കാരൻ്റെ പൈസ കൊടുക്കാം. അതേ അയാൾ പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ അയാൾ ഉറപ്പായിട്ടും പിടികൂടും പൈസ കൊടുത്തില്ലെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ഞങ്ങൾ ഏർപ്പാടാക്കി നിന്നെ രക്ഷിക്കുകയും ചെയ്യാലോ. അല്ലെങ്കിൽ ധർമ്മം പിന്നെ അത് പ്രശ്നമാക്കൂലേ. ധർമ്മൻ അന്വേഷിച്ച് ചെല്ലില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ശ്രീദേവി പറഞ്ഞു, അപ്പം നിങ്ങൾ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരെന്ന് ചോദിക്കുക. അല്ല മോളെ, ഇത് ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കല്ലേ. ഉള്ള നേരത്തെ ഇവിടുന്ന് സ്ഥലം വിട്ടോണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇനി മാമനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാനാ പുറപ്പാടെങ്കിൽ ദേ ഇപ്പൊ തന്നെ ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് നിങ്ങളെ കൂടെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അല്ലെങ്കിൽ തന്നെ ആനന്ദേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കണ്ടുപോയേക്കല്ലെന്നാ. നിങ്ങളും കൂടെ ഇവിടെ നിന്നാ എൻ്റെ കാര്യമല്ല, എൻ്റെ ജീവിതം തീർന്നു. അതോടൊപ്പം തന്നെ കല്യാണത്തിന് ശേഷം എന്നോട് തിരികെ വീട്ടിലേക്ക് വന്നേക്കാനാ പറഞ്ഞിരിക്കുന്നത്. എനിക്കിനിയിപ്പോൾ ആനന്ദേട്ടനോടൊരു ജീവിതമില്ല. എൻ്റെ ജീവിതം നിങ്ങളാ തകർത്തെ. അതുകൊണ്ട് കൂടുതൽ ഇവിടെ കിടന്ന് തരികളുടെ പരിപാടി എനിക്ക് നടത്താതെ പെട്ടെന്ന് തന്നെ പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോയി. അതേസമയം അലോക് പുതിയ പ്ലാനൊക്കെ ആയിട്ടാണ് അങ്ങോട്ടേക്ക് പോയി വന്നിരിക്കുന്നത്. അലോക് ഇത്ര കഴിഞ്ഞപ്പോഴത്തേനും അനുസരയുടെ അടുത്തേക്ക് ചെന്നു. അനുസരയെ അവിടെ മാറി നിൽക്കുന്നുണ്ടു. അങ്ങനെ അനുസര പറഞ്ഞു, എനിക്കൊന്ന് സംസാരിക്കാൻ വരാൻ പറയണം. അങ്ങനെ അനുസരയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. എങ്ങനെയെങ്കിലും സംസാരിച്ച് അനുസരയായിട്ട് ഇവിടെ നിന്ന് മുങ്ങണം. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. രാജശ്രീ കണ്ടു അലോക് അനുസരിച്ച് കണ്ണൊക്കെ കാണിക്കുന്നത്. രാജശ്രീക്ക് മനസ്സിലായ കാര്യം എന്താന്ന്. അവൻ എന്തൊക്കെയോ തീരുമാനങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് വേറെ ചിലതൊക്കെ കൂടെ സംഭവിക്കും എന്നൊരു ചിന്ത രാജശ്രീയുടെ മനസ്സിലുണ്ട്. പക്ഷേങ്കിൽ ഇതൊന്നും ഗോമതിയോ ബാലനോ അവരൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഓരോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കണം. എല്ലാവരും അതിനകത്ത് പങ്കെടുക്കുക. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ബാലനാണെങ്കിലും ഗോമതി ആണെങ്കിലും വരുന്നവരെയൊക്കെ സ്വീകരിക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും സംസാരിച്ച് ബന്ധുക്കാരും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ അങ്ങനെ സംസാരിച്ച് നിൽക്കുക. ആ സമയം ഗോമതി അറിഞ്ഞില്ല അനുശ്രീ അവിടെ നിന്ന് മാറിപ്പോയ കാര്യങ്ങളൊന്നും. അവൾ അവിടെ എവിടെയെങ്കിലും കല്യാണ തിരക്കിന്റെ സമയമല്ലേ, അപ്പോഴവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ. അങ്ങനെ അനുശ്രീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പത്തിന് അലോക് അവിടെ നിൽക്കുന്നുണ്ട്. എന്താ അലോക് എന്നെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ നിന്നോട് എനിക്ക് ഇത്തിരി സംസാരിക്കണോ? എന്താണെങ്കിലും ഇപ്പൊ പറ. എന്നെ ഇപ്പൊ തന്നെ അവിടെ അമ്മയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങും. അതെ, ഇപ്പൊ ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് മുങ്ങിയാലോ? മുങ്ങാനോ? അതെ, നമുക്ക് രണ്ടുപേർക്ക് കൊടുത്ത് മുങ്ങാന്ന് പറയാണ്. ഏറ്റവും പറ്റിയ അവസരം ഇതാ. ഇവിടുന്ന് ഇപ്പം മുങ്ങാം. അങ്ങനെയാണെങ്കിൽ ആരും സംശയിക്കില്ല. അലോക് എന്തൊക്കെയാ പറയുന്നേ? ഇവിടുന്ന് എങ്ങോട്ട് മുങ്ങിപ്പോനാ? അത് പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല നേരെ ജോബേ. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിന്ന് സംസാരിക്കാം. അത് പിന്നെ അങ്ങനെ ശരിയാവും അലോകെ. നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ചാൽ പോരെ. പുറത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായ കാര്യമല്ല, പോകാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് വേണ്ടാന്ന് പറയണം. അപ്പോഴേക്കും അലോക് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് കണ്ട അതോടുകൂടി തീർന്നു. നീ വരാനും പറഞ്ഞ് കയ്യേലേക്ക് അങ്ങോട്ട് പിടിച്ച് അനുസരിയും കൊണ്ട് പോവാണ്. അനുസരിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും അലോക് തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ. അങ്ങനെയാണ് കയ്യെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് നന്ദൻ അങ്ങോട്ടേക്ക് വരുന്നേ. നന്ദൻ രണ്ടുപേരെ നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ ഒളിച്ചോടാനുള്ള വല്ല പുറപ്പാടുവാണെന്ന് ചോദിക്കുക. ഇത് ചോദിച്ചു കേട്ടപ്പോഴത്തേനും അലോക് ഒന്ന് ഞെട്ടി. ഒളിച്ചോടാനോ? അല്ല, പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോഴേക്കും അനുസരിയോ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അലോകിന്റെ കൈ ഏലെ പിടിയൊക്കെ അങ്ങോട്ട് പതുക്കെ വിട്ടു. അലോകും വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ഈ സമയം അനുസരി ചോദിച്ചു, ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ മോളല്ലേന്ന് ചോദിക്കുകയാണ്. അതെ. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്തായിരുന്നു ഇവിടെ മാറിയെന്ന്? അച്യുതന്റെ മോനുമായിട്ട് എന്തായിരുന്നു ചോദിക്കുകയാണ്. അത് പിന്നെ ഞങ്ങള് കസിൻസാ സംസാരിക്കുമായിരുന്നു. ഓ അങ്ങനെയാണല്ലേ, നിങ്ങൾ ബദ്ധശത്രുക്കളായിരുന്നല്ലോ. നിങ്ങൾ അടുപ്പത്തിലായോന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ അലോക് പറഞ്ഞു, താൻ എന്തിനാ ഇതൊക്കെ അറിയണമെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നന്ദൻ പറഞ്ഞു, കുട്ടി നീ ചെയ്യുന്ന ശരിയാന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് നിന്റെ മാമന്റെ കല്യാണം മുടക്കാനായിട്ടാണോ നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ചോദിക്കണം. അപ്പോഴേക്കും അനുസരിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. നീ ഇപ്പൊ ഇവിടുന്ന് ഇവന്റെ കൂടെ അപ്പം ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കല്യാണം മുടങ്ങും. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ഞാൻ ഇവളെ കൊണ്ട് പോകാൻ നിന്നോട് ആരാ പറഞ്ഞേ? എനിക്കെല്ലാം അറിയാം, എല്ലാം അറിയുന്നവനാ ഞാൻ. കുട്ടി ഒരു കാര്യം ചെയ്തോ, അങ്ങോട്ടേക്ക് പോയിക്കോളാൻ പറയണം. അലോക് പറഞ്ഞു, അനുശ്രീ അവിടെ നിൽക്കാൻ പറയണം. കുട്ടി നിന്നോട് പോകാനാ പറഞ്ഞേ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അനുശ്രീ അങ്ങനെ പറഞ്ഞു വിട്ടു. അലോക് പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചു തരാടാ. നിനക്ക് എന്തിനാണ് ഇതിനകത്ത് കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ആ സമയത്ത് നന്ദൻ അവിടെ ഇരുന്ന് 2 ചെയർ ഇരിക്കുന്നുണ്ട്. നന്ദൻ പറഞ്ഞു, അതെ ആ ചെയർ ഒന്നും എടുക്കാമെന്ന് ചോദിക്കണം. എന്തിന്? അതിങ്ങോട്ട് എടുക്ക് പറയാന്ന് പറയണം. അങ്ങനെ അലോക് ആ ചെയർ എടുത്തു. ചെയർ എടുത്തിട്ട് കയ്യിലേക്ക് പിടിച്ചപ്പോൾ അലോകിന് ഭയങ്കര വെയിറ്റ് വന്നു. ആ തലയിലേക്ക് അലോകിന്റെ ചെയർ വരുവാണ്. കയ്യിൽ നിന്ന് ചെയർ പെട്ടെന്ന് അലോകിന്റെ തലയിൽ കയറി. അലോകിന് അത് ഊരി മാറ്റാൻ പോലും പറ്റുന്നില്ല. അലോക് 2 കൈയും പിടിച്ചോണ്ട് ആ ചെയർ തലയിൽ വെച്ചോണ്ട് നിൽക്കുകയാണ്. അലോക് നിന്നും വട്ടം കറങ്ങുവാണ്. എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല. ആ സമയത്ത് നന്ദൻ അവിടെ നിന്ന് ചിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണനല്ലേ, ഒരു തരികിട പരിപാടി ചെയ്തതിന് അവന് നല്ലൊരു ഇടിവെട്ട് പണി കൊടുത്ത. എങ്ങനെയെങ്കിലും ആ
അനുസരയെ കടത്തിക്കൊണ്ട് പോകാൻ നോക്കിയതാ. പക്ഷെ ആ സമയത്ത് അലോകിന് നല്ല ഇടിവെട്ട് പണി കിട്ടുക തന്നെ ചെയ്തു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നേ. എല്ലാ പ്ലാനുകളും പൊളിഞ്ഞു അലോകിന്റെ. അതുപോലെ തന്നെ കല്യാണം ആ, നല്ല അതിഗംഭീരമായിട്ട് നടക്കുക തന്നെ ചെയ്യും. നന്ദൻ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.